More than anything, you're more than gold. More than anything, Lord, you're everything to me. I will never let you go, never ever let you go. Your love is higher, higher than the heavens. Your mercy is deeper, deeper than the earth. Your grace is wider, wider than the ocean. I will never let you go, never ever let you go. I will never let you go, never ever let you go. കർത്താവിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. രാവിലെ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാതപീഠത്തിൽ വരുവാൻ തൊക്കണം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. പകൽക്കാലം സുഖത്തിലായിരിക്കുന്ന എല്ലാ കർത്താവിന്റെ മക്കളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിച്ചിട്ടുണ്ട്, അത് തുടരുക. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക. നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായി തീരട്ടെ. സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ ചാപ്റ്റർ 14 വേഴ്സ് 4. 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 4 വാക്യം. സ്തോത്രം. ഇങ്ങനെ വായിക്കുന്നത്. എൻ്റെ ആദ്യത്തെ സെന്റൻസ് മാത്രം വായിക്കാം. അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർദ്ധൻ വരുത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കെല്ലാം അറിയാം, അന്യഭാഷയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അന്യഭാഷ സംസാരിക്കുന്നവരാണ്, അതിനുവേണ്ടി കൊതിക്കുന്നവരാണ്, അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ്. അന്യഭാഷ കേട്ടാത്തവർ, അത് സംസാരിക്കാത്തവർ അതിനുവേണ്ടി കൊതിക്കുക, അതേ ആഗ്രഹിക്കുക. അറിയാം, വചനം പറഞ്ഞ അങ്ങനെയാണ്. വരങ്ങളെ വാഞ്ചിക്കുക എന്ന് പറയുന്നത്. അന്യഭാഷ ഒരു വരമാണ്. ഗിഫ്റ്റാണ് ദൈവത്തിൽ നിന്നുള്ള. ഗിഫ്റ്റ് എല്ലാം വരങ്ങളാണ്. അപ്പൊ അതിനുവേണ്ടി കൊതിക്കുക, ആഗ്രഹിക്കുക. നമ്മൾ ചെയ്യുന്നത് പകരം നമുക്ക് വെച്ചിരിക്കുന്ന ഗിഫ്റ്റുകൾ ഒന്നാണ്. അതുകൊണ്ട് വേണ്ടി കൊതിക്കുക, ആഗ്രഹിക്കുക. സ്തോത്രം. അപ്പൊ അന്യഭാഷ സംസാരിക്കുന്ന ആൾ എങ്ങനെയാണ് ആത്മീക വർധന ഉണ്ടാകുന്നത്? അതിനു മുമ്പായ ഒരു കാര്യം പറയണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, നന്മ അറിഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ പാവമെന്ന് വചനം പറയുന്നെങ്കിൽ, ഈ അന്യഭാഷ എന്ന് പറയുന്ന ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുള്ള ഒരു വരമാണ്. അതായത് ഒരു ഗിഫ്റ്റാണ്. ആത്മീക വർദ്ധന വേണ്ടി വെച്ചിട്ടുള്ള ഒരു ടൂളാണ്. അപ്പൊ ഈ ടൂള് ലഭിച്ചിട്ട് അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, അതായത് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യുന്നില്ലെങ്കിൽ, പാവം എന്ന് പറയുന്നത് പോലെ അന്യഭാഷ എന്ന് പറഞ്ഞ ഗിഫ്റ്റ് പ്രാപിച്ചിട്ട് അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ, വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, അത് പാവമാണെന്നുള്ള ദൈവം പഠിപ്പിക്കുന്നുണ്ട്. ദിവസങ്ങളിൽ അന്യഭാഷ പ്രാപിച്ചവർ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. ബിക്കോസ് അതിലൂടെ നമ്മൾ ദൈവം ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നു. അതായത് ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നില്ല, ആത്മീയമായി വളരുവാൻ വേണ്ടി ദൈവം നമ്മൾ തന്നിട്ടുള്ള ടൂളാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ഒരു ആയുധമാണ് അന്യഭാഷ എന്ന് പറയുന്നത്. വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് വചനം പഠിപ്പിക്കുന്നു. നന്മ അറിഞ്ഞിട്ടും അത് ചെയ്തില്ലെങ്കിൽ പാപമാണ്. ഹല്ലേലൂയ. ആത്മീയ വളർച്ച എന്ന് പറയുന്നത് നന്മയാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ അത് കിട്ടിയിട്ട്, ആ ടൂൾ കിട്ടിയിട്ട്, ആ ഡിവൈസ് കിട്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അത് പാപമാണെന്ന് തിരിച്ചറിയുക, ആ ബോധ്യം ഉണ്ടാവുക. സ്തോത്രം. അന്യഭാഷ സംസാരിക്കുന്ന എനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. നമ്മളെല്ലാം അന്യഭാഷ സംസാരിക്കുന്നവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. അന്യഭാഷ സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. ശരിക്കും നമ്മൾ അന്യഭാഷ പറയുമ്പോൾ ഒരു ടൂളാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് നമ്മുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയുള്ള ഒരു ആയുധമാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിശ്വാസികൾക്കുള്ള ഒരു ചിന്തയുണ്ട്, അന്യഭാഷ പറയുന്നത് നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ പിശാച് കേൾക്കാതിരിക്കാൻ വേണ്ടി. പിശാച് കേട്ട അവൻ എടുത്തുകൊണ്ട് പോയി നശിപ്പിച്ച് കളയും. ശരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഒരു തെറ്റായ ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അന്യഭാഷ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ അന്യഭാഷ സംസാരിച്ചപ്പോൾ കൂടിയിരുന്ന ജനമെല്ലാം അത് കേട്ടു. അത് പല രാജ്യങ്ങളിൽ ജനമുണ്ടായിരുന്നു. അവർ കേട്ടത് അവരുടെ ഭാഷകൾ ഇവർ സംസാരിക്കുന്നതാണ്. അതായത് സംസാരിക്കുന്നതല്ല, അവരുടെ ഭാഷകൾ ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഇവർ കാണേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ അവർക്ക് മനസ്സിലായി, ഇവരുടെ ഭാഷ സംസാരിക്കുന്നത് മനസ്സിലായി. അപ്പോൾ അന്യഭാഷ സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ദൂതന്മാരുടെ ഭാഷകൾ സംസാരിക്കണമെന്ന് അർത്ഥമൊന്നുമില്ല. ലോകത്തിലെ ഏതൊരു ഭാഷ സംസാരിക്കണമെന്നും സംസാരിച്ചിരിക്കാം. അപ്പൊ അത് പിശാചിന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം പിശാച് ഒരു നെറ്റ്വർക്കിന്റെ ഏജന്റാണ്, ബന്ധപ്പെട്ടെടുക്കുന്ന ഒരു ഏജന്റാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പിശാചിന് പെട്ടെന്ന് തന്നെ കേൾക്കുന്ന പിശാചിന് മനസ്സിലായാലും പോലും അതോ നെറ്റ്വർക്കിലൂടെ കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അന്യഭാഷ സംസാരിക്കുമ്പോൾ അതൊരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസമാണത്, എൻ്റെ ഒരു ചിന്തയാണത്. ഹല്ലേലൂയ. അത് ഓരോ വ്യക്തികളെ ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ ചിന്തകൾ ഇങ്ങനെ നമുക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നി ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞതാണ്,
ആത്മീയവർദ്ധന എങ്ങനെയാണ് നമുക്ക് അന്യഭാഷ പറയുമ്പോൾ വരുന്നത്? നമ്മൾ ആത്മീയവർദ്ധന നമുക്കത് സംസാരിക്കുമ്പോൾ നമുക്കത് അർത്ഥം മനസ്സിലാകുന്നില്ല. അതിന്റെ വാക്കുകൾ മനസ്സിലാകുന്നില്ല. പലപ്പോഴും ചില വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്റെ ഭാഷ പറയുമ്പോൾ അതിൽ ബറാക്ക എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ബാര എന്ന് പറയാറുണ്ട്. എനിക്കറിയാം ഈ വാക്കുകൾ ഗ്രീക്ക് വാക്കുകളാണെന്ന് എനിക്കറിയാം. എനിക്കൊന്ന് എബ്രായ ഭാഷയിൽ ബാരാക്ക് എന്ന് തോന്നുന്നു. സ്തോത്രം. ദൈവം ആദ്യം ഉൽപ്പത്തി പുസ്തകത്തെ ദൈവം ആ, സൃഷ്ടിപ്പ് നടത്തുമ്പോൾ ബാരാക്ക് എന്നൊരു വാക്ക് ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു വാക്ക് എനിക്കും അറിയാം, അങ്ങനെ ഒരു വാക്ക് എനിക്കുണ്ട്, സംസാരിക്കുമ്പോൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പലപ്പോഴും പക്ഷേ നമ്മൾ അന്യഭാഷ പറയുമ്പോൾ അതിന്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ അപ്പോഴും ദൈവത്തിന് അത് മനസ്സിലാകുന്നു. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവ് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, ദൈവത്തിന്റെ മിസ്റ്ററികൾ ദൈവമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിലൂടെ സംഭവിക്കുന്ന ഒരു ആത്മീയ വളർച്ച, അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾക്ക് തോന്നും നമ്മൾ പറയുമ്പോൾ നമുക്ക് പലതും മനസ്സിലാകും. അതുകൊണ്ട് ഇത് എന്താ അർത്ഥം ഒരു ചോദ്യം നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കൊച്ചു കുഞ്ഞ്, ജനിച്ചൊരു കുഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മയും കുഞ്ഞും സംസാരമുണ്ടല്ലേ, ഒരു സംസാരമുണ്ട് അമ്മയും കുഞ്ഞും തമ്മിൽ. ഈ അമ്മയുടെ ഭാഷ കുഞ്ഞിന്റെ ഭാഷ അമ്മയ്ക്കും മനസ്സിലാവും. അതെങ്ങനെയാ മനസ്സിലാവുന്നത്? അവരൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവർക്ക് പരസ്പരം മനസ്സിലാവുന്നുണ്ട്. കുഞ്ഞിന് പറയുന്നതാണ്, കുഞ്ഞിന് പക്ഷെ അകത്ത് ബോധ്യമുണ്ടാകും. പക്ഷെ അവന് പറയുന്നത് എന്താണെന്ന്, അല്ലെങ്കിൽ കുഞ്ഞെന്താ പറയുന്നത് കുഞ്ഞിന് അറിയത്തില്ല. അതുപോലെ അമ്മയ്ക്ക് എന്താ പറയുന്നത് അറിയാം, പക്ഷെ കുഞ്ഞിന്റെ ഭാഷ അമ്മയ്ക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ദൈവാത്മാവിന് അത് അറിയാം. നമ്മുടെ അകത്തെ കാര്യങ്ങൾ അറിയാം. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പോലും ദൈവാത്മാവ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എവിടേക്കാണോ ആത്മീക വർധനവ് വേണ്ട കാര്യങ്ങൾ ആവശ്യമുള്ളത് എന്നറിഞ്ഞ് ദൈവാത്മാവിന് അത് സംസാരിക്കുന്നതിന് അറിയാം. അതുകൊണ്ട് ദൈവാത്മാവ് നമ്മുടെ അകത്തിരുന്ന് അത് ഉച്ചരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ അത് സംസാരിക്കുമ്പോൾ തന്നെ നമ്മളൊരു ഗിറ്റാറിന്റെ ഒക്കെ അതിന്റെ സ്ട്രിങ്സ് ഇങ്ങനെ അലൈൻ ചെയ്യുന്നത് പോലെ നമ്മളിങ്ങനെ അതിന്റെ ട്യൂൺ ചെയ്യത്തില്ലേ? ഗിറ്റാർ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ആ ഗിറ്റാറിന്റെ ആ സ്ട്രിങ്സ് ട്യൂൺ ചെയ്ത് ഏറ്റവും മനോഹരമായൊരു വോയിസ് അതിൽ നിന്ന് പുറപ്പെടുന്നത് പോലെ നമ്മുടെ അകത്തുള്ളതായ ഹല്ലേലൂയ, നമ്മുടെ അകത്ത് ഇരുന്ന് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ സംസാരിക്കുമ്പോൾ ഈ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക ചെയ്യുന്നത്. നമ്മുടെ അലൈൻമെന്റുമായുള്ള നമ്മുടെ സ്പിരിറ്റും ദൈവത്തിന്റെ സ്പിരിറ്റുമായുള്ള അലൈൻമെന്റ് കറക്റ്റ് ആക്കി ചെയ്യുന്നത്. നമ്മുടെ ഒരുപാട് ഇഷ്ടങ്ങൾ, നമ്മുടെ ജഡത്തിലെ ഇഷ്ടങ്ങളുണ്ട്. ഇഷ്ടങ്ങളെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവം എന്താണോ എന്നിൽ കൂടി ആഗ്രഹിക്കുന്നത്, ആ ഒരു ആഗ്രഹത്തെ ഇങ്ങനെ ട്യൂൺ ചെയ്ത് ദൈവത്തിന്റെ ആത്മാവുമായുള്ള ബന്ധത്തിലേക്ക് നമ്മൾ എത്തിക്കുക ചെയ്യുന്നത് പറയും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ അത് ഒരു കാര്യമാണ്. ആ സമയം നമ്മുടെ അകത്ത് ഭയങ്ങൾ മാറുന്നു. നമ്മുടെ ബലമില്ലായ്മ മാറുന്നു. അതായത് അകത്തുള്ള നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നമുക്കൊരു ശക്തി വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ പുറമെ നിന്ന് കാണുന്ന ഒരു പ്രകടനമാണ്. പക്ഷെ അതിലുപരിയായിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗിറ്റാറിലെ സ്ട്രിങ്സ് എല്ലാം അതിന്റെ അലൈൻമെന്റിൽ ഒരുപോലെ വന്നിട്ട് നല്ല മനോഹരമായ അതിലെ വോയിസ് പുറപ്പെടുന്നത് പോലെ, സംഗീതം പുറപ്പെടുവിക്കുന്ന പോലെ നമ്മുടെ അകത്തെ മനുഷ്യൻ, ഹല്ലേലൂയ, നമ്മുടെ അകത്തെ മനുഷ്യന്റെ ഇഷ്ടങ്ങളും ദൈവത്തിന്റെ ഇഷ്ടങ്ങളും കൂടെ അത് ദൈവം നമ്മുടെ അനുഭാഷ സംസാരിക്കുമ്പോൾ അതിലൂടെ ഒരുപോലെയായി മാറുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ ഭയം മാറുന്നുണ്ട്, നമ്മുടെ വിശ്വാസക്കുറവ് മാറുന്നുണ്ട്, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു, നമ്മൾ ആ ദൈവത്തിന്റെ ട്രാക്കിലേക്ക് നമ്മളെ എത്തിക്കുന്നു. ശരിക്കും അതാണ് ഈ അന്യഭാഷ പറയുമ്പോൾ സംഭവിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലന്മാർക്ക്, അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും, അവർ അന്യഭാഷ പ്രാപിക്കുന്ന സമയത്ത് അവർക്ക് പിളർന്ന നാവും അഗ്നിനാവുകൾ പ്രത്യക്ഷമായി, ഇല്ലേ? അഗ്നിനാവുകൾ അപ്രത്യക്ഷമായത് ഓരോരുത്തരും പതിഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് അന്യഭാഷ പ്രാപിക്കുന്ന ഓരോ വ്യക്തിയും ആ പ്രാപിക്കുന്ന സമയത്ത് അഗ്നി ജ്വാല പോലെ നാവുകൾ അവരുടെ മേൽ പതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ വിശ്വാസമാണ്. എല്ലാവർക്കും ആ വിശ്വാസം ഉണ്ടാവണമെന്നില്ല. വചനം അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ 50-ാം ദിവസം പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ പതിഞ്ഞ അതിൽ അഗ്നി ജ്വാലയ്ക്കൊത്ത നാവുകൾ, അഗ്നിജ്വാല പോലെയുള്ള നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നെങ്കിൽ, അന്യഭാഷ പ്രാപിക്കുന്ന ഓരോ വ്യക്തിയെയും ആ പ്രാപിക്കുന്ന സമയത്ത് ആ അഗ്നിജ്വാല പോലെയുള്ള നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രാപിച്ചപ്പോഴും നിങ്ങൾ പ്രാപിച്ചപ്പോഴും അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ തീ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഈ തീ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. ആത്മലോകത്തിലെ കാര്യങ്ങളിൽ നമ്മൾ ഭൗതികലോകത്തിൽ കാണുന്ന പോലെ അല്ല, വ്യത്യസ്തമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ അന്യഭാഷ പറയുമ്പോൾ ഈ തീ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. ഈ തീ പുറപ്പെടുമ്പോൾ ഹല്ലേലൂയ, എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞറിയാമോ? ഈ പൈശാചിക ലോകത്തെ ഹല്ലേലൂയ അവർ കേൾക്കുമെന്നുള്ള, അല്ലെങ്കിൽ മനസ്സിലാക്കുമെന്നുള്ള ഒരു ചിന്ത കൊണ്ടല്ല ദൈവാത്മാവ് നമ്മളോട് അന്യഭാഷ പറയാൻ വേണ്ടി പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം.
ആ പൈശാചിക ലോകത്തെ ഭയപ്പെടുത്താനാണെങ്കിൽ അത് അന്യഭാഷ പറയണമെന്ന് നിയമമൊന്നുമില്ല. നമ്മുടെ ഭാഷ പറഞ്ഞാൽ മതി, ആത്മാവിൽ പറഞ്ഞാൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. അന്യഭാഷ പറയുമ്പോൾ ഞാൻ പറഞ്ഞത്, ആ പിളർന്ന നാവുകൾ, ഹല്ലേലൂയ, അവരുടെ മേൽ പതിഞ്ഞപ്പോൾ, ആ തീ പതിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, നമ്മൾ പറയുന്ന അന്യഭാഷകളോട് തീ പുറപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ തീ എന്ന് പറയുന്നത് പൈശാചിക ലോകത്തിന്റെ പ്രതിസന്ധി, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നതായ തടസ്സങ്ങളെ കീറി മുറിച്ചും മുന്നിലേക്ക് പോകാൻ ശക്തിയുള്ള ഒരു ടൂളാണ്, ആയുധമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെ വേഗത്തിൽ ദൈവസന്നിധിയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അന്യഭാഷ സംസാരിക്കുമ്പോൾ ആത്മീയവർദ്ധന വരുത്തുന്നതായ ഒന്ന് രണ്ട് കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. ആദ്യം ഞാൻ പറഞ്ഞു, അന്യഭാഷ സംസാരിക്കുമ്പോൾ ആത്മീയവർദ്ധന വരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമായതുകൊണ്ട്, അതൊരു നന്മയായതുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന നന്മയായതുകൊണ്ട്, അത് ചെയ്തില്ലെങ്കിൽ അത് പാവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് നമ്മളെ വചനം അങ്ങനെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അന്യഭാഷ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തുന്നത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ ആത്മാവും അലൈൻമെന്റിലേക്ക് എത്തുന്നു. ഒരു അത് നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിന് ഇഷ്ടമായി ദൈവത്തിന് ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി മാറ്റപ്പെടുന്നു. ഭയം മാറുന്നു, വിശ്വാസം വർദ്ധിക്കുന്നു, നമ്മൾ ദൈവത്തിന്റെ ട്രാക്കിലേക്ക് എത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതോടൊപ്പം തന്നെ നമ്മുടെ മേൽ പതിഞ്ഞ അഗ്നിജ്വാലകൾ പോലെയുള്ള നാവ്, ആ തീ നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക്, ഹല്ലേലൂയ, ആ അന്യഭാഷയിലൂടെ പുറത്തേക്ക് വരുമ്പോൾ പൈശാചിക ലോകത്തിന്റെ പല കെട്ടുകളും ആ തീയിൽപ്പെട്ട് കരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെയാണ് നമ്മുടെ ആത്മീക വർധനവ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ പെട്ടെന്ന്, ഞാൻ അനുഭവങ്ങൾ പലതും കേട്ടിട്ടുണ്ട്. അന്യഭാഷയിൽ കുറച്ച് സമയം, മണിക്കൂറിൽ പ്രാർത്ഥിക്കുമ്പോൾ പല വിഷയങ്ങളും, മുടങ്ങിക്കിടന്ന പല വിഷയങ്ങളുടെ മേലും ജയം പ്രാപിച്ച സാക്ഷ്യങ്ങൾ ഞാൻ പലതും കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആത്മീക വർധനവ് വരുത്തുന്നതിന് വേണ്ടി ദൈവം നമ്മോട് പറഞ്ഞ ആ കാര്യം, ഹല്ലേലൂയ, അത് ചെയ്യുവാൻ, അതായത് ആത്മീക വർധന വരുത്തുവാൻ നമുക്ക് നമ്മളെ ദൈവിപ്പിച്ചിരിക്കുന്ന ഈ ടൂള് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുവാൻ, ആ നന്മ ചെയ്യുവാൻ കൊണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നൊരു ബോധ്യം നമ്മൾ ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ അന്യഭാഷ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുമായി നമ്മുടെ ആത്മാവ് അലൈൻമെന്റിലേക്ക് എത്തട്ടെ. അത് നമ്മുടെ ആത്മീയവർദ്ധനവിന് കാരണമാകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആത്മീയവർദ്ധനവിന് കാരണമാകുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ ദൈവത്തിന്റെ ആത്മാവും അലൈൻമെന്റിൽ എത്തുന്നത്, നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം മുന്നോട്ട് സ്റ്റെപ്പ് പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മുടെ സംഭവിക്കട്ടെ. അതുകൂടാതെ തന്നെ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന തീ സാത്താന്റെ പ്രതിബന്ധങ്ങളെ തകർത്ത് അതിനെ കരിച്ചു മുന്നേറുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ദിവസം അന്യഭാഷ അധികമായി സംസാരിക്കുക, ആത്മീയവർദ്ധന ഉണ്ടാകുവാൻ തക്കവണ്ണം വലിയ ആഗ്രഹം നമ്മൾ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകളെ ഇന്ന് നിർത്തുന്നു. നമുക്ക് ദിവസങ്ങളിൽ തുടർച്ച അന്യഭാഷ സംസാരിക്കാം. നമ്മുടെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം നമുക്ക് അന്യഭാഷ സംസാരിക്കാം. നമുക്കതിനെ മറന്നു പോകാതെ, അതിനെ വില കുറച്ച് കാണാതെ, അന്യഭാഷകൾ വേറെ പല കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ടെങ്കിലും ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യം ആത്മീയവർദ്ധനയെ കുറിച്ചാണ്. നമ്മൾ ഈ ദിവസങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഇതിനെ ഫോക്കസ് ചെയ്യുവാൻ, ഈ അന്യഭാഷകളെ അധികമായി സംസാരിക്കുവാൻ നമ്മുടെ നാവിനെ ദൈവം ബലപ്പെടുത്തട്ടെ. ആ ബോധ്യം ഉണ്ടാകട്ടെ. കിട്ടുന്ന സമയങ്ങളെല്ലാം നമ്മുടെ നാവെടുത്തതിനെ പറയുവാൻ, ദൈവമായുള്ള ആത്മാവിന്റെ അലൈൻമെന്റിലേക്ക് എത്തുവാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ നാവിൽ നിന്ന് തീ പുറപ്പെടട്ടെ. ഹല്ലേലൂയ. തീയെ, നമ്മുടെ മുന്നിൽ ശത്രു വെച്ചിരിക്കുന്ന പ്രതിസന്ധികളെ കരിച്ചു കളയുന്ന വിധത്തിൽ അങ്ങനെ അതിലേക്ക് എൻഗേജ് ആകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, ആഗ്രഹത്തോടെ ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. ഇതിനാൽ ദൈവം നമ്മളെ സഹായിക്കും.